Hello friends, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മീൻ കറിയാണ്. എല്ലാവർക്കും മീൻ കറി വെക്കാൻ അറിയാം, പക്ഷേ ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. എന്നാൽ വേഗം നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഇവിടെ ചൂരക്കറിക്ക് 1 കിലോ ചൂരയാണ് മേടിച്ചത്. നമ്മൾ തല എടുത്തിട്ടില്ല. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു 3/4 കിലോ കാണുമായിരിക്കും. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇവിടെ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ഏകദേശം ഇത്രയും വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ നമുക്ക് ഒരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, ഒരു വലിയ വെളുത്തുള്ളി ഇതുപോലെ അരിഞ്ഞെടുത്തത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇഞ്ചി ഇതുപോലെ ചോപ്പ് ചെയ്ത് നീളത്തിന് അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം നമുക്ക് എടുക്കാം, കറിവേപ്പില ആവശ്യത്തിന് എടുക്കാം, ഉപ്പ് ആവശ്യത്തിന്. ഇത് ഉലുവ ചൂടാക്കി പൊടിച്ചെടുത്താണ്. ഇതൊരു 1/4 ടീസ്പൂൺ, 3 പച്ചമുളക്, അതുപോലെ തന്നെ ഉലുവ ഒരു 1/2 ടീസ്പൂൺ, 4 കുടംപുളി എടുത്തിട്ടുണ്ട്. ഇവിടെ പുളി നമ്മൾ ഡയറക്റ്റായിട്ട് ഇടുകയല്ല ചെയ്യുന്നത്. പുളി നല്ലതുപോലെ ചൂടാക്കി അതിൻ്റെ സത്ത് മൊത്തം എടുത്തിട്ടാണ് നമ്മൾ കറിയിലോട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ ആ 4 പുളി നല്ലതുപോലെ കഴുകിയിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം ഈ പുളിയുടെ ഓറയെല്ലാം ഇളകി നല്ല അടിപൊളി ഒരു മിശ്രിതം കിട്ടും. അത് വെച്ചാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. ഇപ്പം നമുക്ക് കാണാൻ പറ്റും ഈ പുളിയുടെ ഓറയൊക്കെ നന്നായിട്ട് ഇളകിയ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം മൺചട്ടി എടുത്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആ ഇഞ്ചിയുടെയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ ആ പച്ച കുത്തൊക്കെ ഒന്ന് മാറുന്നോളം വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം നല്ലപോലെ. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. തണ്ടോട് കൂടിയാണ് ചേർക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് നമ്മുടെ കറിക്ക് കിട്ടും. അതിനുവേണ്ടിയാണ് ചേർക്കുന്നത്. അത് വേണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ ഒന്ന് ഇളക്കാം. ഇപ്പം ചട്ടി ആയതുകൊണ്ട് സിമ്മിലിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണേ. ഗ്യാസിൽ വെക്കുമ്പോൾ ചട്ടി ഫുൾ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ചട്ടിയെല്ലാം പൊട്ടി. അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. സിമ്മിലിട്ട് ചെയ്യാവുള്ളൂ. ഇപ്പം നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കാണാൻ പറ്റും അതിൻ്റെ കളറൊക്കെ നല്ല കളറൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നല്ലതുപോലെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അല്പനേരം ഇളക്കി കൊടുക്കാം. അപ്പം ഒന്ന് കളറും കൂടി കിട്ടും. അതുപോലെ തന്നെ
ആ ഇഞ്ചിയിലും വെളുത്തുള്ളിയിലൊക്കെ ആ എരിവെല്ലാം നല്ലപോലെ പിടിച്ചു കിട്ടും. ഇനി നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ ഒരു സ്പൂൺ നമുക്ക് 1.5 സ്പൂണോളം ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അല്പം ചാറ് വേണമെങ്കിൽ ഇച്ചിരി ചൂടുവെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇത്ര മതിയാവും. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ജസ്റ്റ് നോക്കാം ഉപ്പ് ചേർന്നിട്ടുണ്ടോ എന്ന്. നല്ലതുപോലെ പുളി പിടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഉപ്പും പിടിച്ചിട്ടുണ്ട്. കാരണം പുളി നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ കറിയിൽ പുളി നമുക്ക് ചേർന്ന് കിട്ടിയത്. അല്ലെങ്കിൽ ഒത്തിരി സമയമെടുക്കും. നമ്മൾ കറി ഉണ്ടാക്കിയിട്ട് ഏകദേശം ഒരു എന്താ പറയുന്നത്, ഒരു ദിവസമൊക്കെ വെക്കുകയാണെങ്കിൽ പുളി ഇറങ്ങത്തുള്ളൂ. പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്പോട്ടിൽ തന്നെ നമുക്ക് പുളി ആ കറിയിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഇനി ചെറുതായിട്ടൊന്ന് തള കയറി വരുമ്പോൾ നമുക്ക് അതിനകത്ത് മീൻ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് കാണാൻ ഒരു ഗ്രേവി നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ മീൻ ചേർത്തു. ഇനി അല്പം നേരം അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ശ്രദ്ധിക്കുക, തീ സിമ്മിലേ ഇടാവുള്ളൂ. ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ചട്ടി അത് അടി പിടിക്കാനോ അല്ലെങ്കിൽ ചിലപ്പം ചട്ടി പൊട്ടിപ്പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. കാരണം ഗ്യാസിൽ നല്ല ഫ്ലെയിമാണ് വരുന്നത്. സാധാരണ ഇപ്പോൾ നമ്മൾ ഔട്ട്ഡോർ അതുപോലെ തന്നെ അടുപ്പിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ആകുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ സിമ്മിലിട്ട് കുക്ക് ചെയ്തെടുക്കാവുള്ളൂ. പിന്നെ വേറൊരു കാര്യം, സിമ്മിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റും ഉണ്ടാകും കേട്ടോ. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം, വെന്തോ ഇല്ലയോ നോക്കാം. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം ഉപ്പും വരും, അതുപോലെ തന്നെ പുളിയെല്ലാം പിടിച്ചിട്ടുണ്ടോ എന്ന്. എല്ലാം കറക്റ്റാണ്. ഇനി നമുക്ക് 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് ചിറ്റിച്ച് കൊടുക്കാം. നമ്മൾ സ്പൂണിട്ട് ഇളക്കി കഴിഞ്ഞാൽ മീനെല്ലാം പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചിറ്റിച്ച് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മുടെ മീനിൻ്റെ ഒപ്പം കപ്പയാണ് എടുത്തിരിക്കുന്നത്. കപ്പ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. ഇനി നമുക്ക് അല്പം മീൻ കറി ഒഴിച്ച് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടാവും. ഇതാണ് നമ്മുടെ കപ്പയും മീൻ കറി. അടിപൊളി സാധനമാണ് കേട്ടോ. എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും എല്ലാവരും അറിയാത്തവർ ട്രൈ ചെയ്യുക. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.